അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കയറി കാണുക. അപ്പോൾ ഈ ഒരു ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15ഓളം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിൽ 1 സ്പൂണ് ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉപ്പ് അത് ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പാകത്തിനുള്ളത് ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവരുത്. ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 വിസിൽ വേണ്ടി വന്ന് എനിക്കത് വെന്ത് കിട്ടാൻ. എന്നിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിൽ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വെച്ചിട്ട് വലിയ ജീരകം ഇട്ടെടുത്തിട്ട് 2 വെല്ലുള്ളിയും കൂടിയും കട്ട് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വെന്തുടയുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പച്ചമണമൊക്കെ കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫൊക്കെ അത്യാവശ്യം വെന്തതാണ്. അപ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മസാലയും കാര്യങ്ങളൊക്കെ ബീഫിലൊന്ന് പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.